നമസ്കാരം. കടുത്ത നിറമുള്ള ലിപ്സ്റ്റിക് ഉപയോഗിച്ചതിന്റെ ഭാഗമായി ജോലി തെറിച്ചു. ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ ആദ്യം ഓർമ്മ വന്നത് കിം ജോങ് ഉന്നിനെയാണ്. കാരണം ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പാണ് എന്ന് തോന്നുന്നു സ്ത്രീകൾ ചുവന്ന ലിപ്സ്റ്റിക് ഉപയോഗിക്കരുത് എന്നുള്ള അതികർശനവും വിചിത്രവുമായിട്ടുള്ള ഒരു നിയമം ഉത്തര കൊറിയയിൽ പാസാക്കിയിരുന്നു. ചുവപ്പ് മുതലാളിത്തത്തിന്റെ പ്രതീകമായാണ് ഉത്തര കൊറിയ സർക്കാർ കണ്ടത് എന്നതായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം. കൂടാതെ ചുവന്ന ലിപ്സ്റ്റിക് ഇട്ട സ്ത്രീകൾ കൂടുതൽ ആകർഷകരമായി കാണപ്പെടും എന്നതും ഈ നിരോധനത്തിന് പിന്നിലുണ്ടായിരുന്നു. ഇത് രാജ്യത്തിന്റെ ധാർമ്മിക തകർച്ചയ്ക്ക് ഇടയാക്കുമെന്ന് കരുതിക്കൊണ്ടായിരുന്നു ഇത്തരമൊരു തീരുമാനമെന്നായിരുന്നു വിവരങ്ങൾ. നേരത്തെ മേക്കപ്പ് അധികമായി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള മറ്റ് വിചിത്രമായ നിയമവും ഉത്തര കൊറിയ കൊണ്ടുവന്നിരുന്നു. സ്ത്രീകളുടെ മേക്കപ്പ് പരിശോധിക്കാൻ സർക്കാർ ആളുകളെ നിയോഗിക്കുകയടക്കം ചെയ്ത നാടാണ് ഉത്തര കൊറിയ. പതിവ് പരിശോധനകളും ഉണ്ടാകാറുണ്ട് എന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. നിയമം ലംഘിച്ചാൽ കടുത്ത ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്നൊക്കെ ഉത്തര കൊറിയ അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ശക്തമായിട്ടുള്ള നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊരു ലിപ്സ്റ്റിക്കുമായി ബന്ധപ്പെട്ട് ജോലി നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുമ്പോൾ അതിശയം തോന്നുന്നത് ഇത് ഉത്തര കൊറിയയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുതലാളിത്ത രാജ്യത്തിൽ നിന്നോ വന്ന ഒരു വാർത്തയല്ല. മറിച്ച് തികച്ചും വ്യത്യസ്തമായി ഈ സംഭവം നടന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിലാണ്, നമ്മുടെ രാജ്യത്താണ്, നമ്മുടെ അയൽപ്പക്കത്താണ്. തമിഴ്നാട്ടിലെ മേയർ ആർ പ്രിയർക്കെതിരെയാണ് വിചിത്രമായിട്ടുള്ള ഒരു ആരോപണവുമായി ഇപ്പോൾ ഗ്രേറ്റർ ചെന്നൈ കോർപ്പറേഷനിലെ ആദ്യ വനിതാ ദഫേദറായിട്ടുള്ള SB മാധവി രംഗത്തെത്തിയിരിക്കുന്നത്. ലിപ്സ്റ്റിക് ഉപയോഗിച്ചതിന്റെ പേരിൽ മേയർ തനിക്ക് ട്രാൻസ്ഫർ നൽകിയെന്നാണ് മാധവി പറയുന്നത്. ഇതോടെ കേട്ടുകേൾവിയില്ലാത്ത ഒരു വിഷയത്തിൽ വിവാദത്തിലായിരിക്കുകയാണ് ചെന്നൈ കോർപ്പറേഷൻ. ലിപ്സ്റ്റിക് ധരിച്ചു വരാറുള്ള മാധവിയെ ഇത് ഉപയോഗിക്കുന്നതിൽ നിന്ന് മേയറിന്റെ PA ശിവശങ്കർ വിലക്കിയിരുന്നു എന്നാണ് സൂചന. മേയറുടെ ഔദ്യോഗിക പരിപാടികൾക്ക് എത്തുമ്പോൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കരുത് എന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇക്കാര്യം ചോദ്യം ചെയ്തതോടെയാണ് മാധവിയെ മണലി സോണിലേക്ക് സ്ഥലം മാറ്റിയത് എന്നതാണ് ഇപ്പോൾ മാധവി അവകാശപ്പെടുന്നത്. ലിപ്സ്റ്റിക് ധരിക്കുന്നത് കുറ്റകരമാണെങ്കിൽ അക്കാര്യം വ്യക്തമാക്കുന്ന സർക്കാർ ഉത്തരവ് തന്നെ കാണിക്കൂ എന്ന് മാധവി വെല്ലുവിളിച്ചുവെന്നും ഇതിന് പിന്നാലെയാണ് നടപടി ഉണ്ടായതെന്നുമൊക്കെ വിവരങ്ങൾ പുറത്തു വരികയാണ്. കൃത്യസമയത്ത് ജോലിക്ക് എത്തുന്നില്ലെന്നും മേലുദ്യോഗസ്ഥരുടെ ഉത്തരവുകൾ അനുസരിച്ചില്ല എന്നും ചൂണ്ടിക്കാട്ടിയാണ് മാധവിക്ക് മെമ്മോ നൽകിയിരിക്കുന്നത്. സംഭവത്തിൽ DMK മേയറായിട്ടുള്ള പ്രിയ പ്രതികരിച്ചിട്ടുണ്ട്. വനിതാ ദിനാഘോഷത്തിൽ അതിന്റെ ഭാഗമായി നടന്ന ഫാഷൻ ഷോയിൽ ദഫേദർ മാധവി പങ്കെടുത്തത് പ്രശ്നങ്ങൾക്ക് വഴിവെച്ചെന്ന് മേയർ ചൂണ്ടിക്കാട്ടുന്നു. കടും നിറത്തിലുള്ള ലിപ്സ്റ്റിക് ധരിക്കരുത് എന്ന് മാത്രമാണ് തന്റെ PA ആവശ്യപ്പെട്ടതെന്നും സ്ഥലം മാറ്റിയത് ലിപ്സ്റ്റിക് വിഷയത്തിലല്ല എന്നും മേയർ വിശദീകരിച്ചു. എന്തായാലും ലിപ്സ്റ്റിക് വലിയൊരു വാർത്താ പ്രാധാന്യം നേടുന്ന ഒരു സമയമാണ് ഇപ്പോൾ.